ക്യാമ്പസ് രാഷ്ട്രീയം വളരെ വല്ലാത്ത രീതിയിൽ വൃത്തികേടാക്കി തീർത്തതിൽ ആർക്കാണ് പ്രധാന പങ്കാളിത്തം എന്നൊരു ചോദ്യം കുറേ കാലങ്ങളായിട്ട് ഉയർന്നു കേൾക്കുകയാണ്. കൊട്ടേഷൻ സംഘങ്ങളായിട്ട് കുട്ടികൾ മാറുന്നത് സർഗാത്മക രാഷ്ട്രീയത്തിൻ്റെ പാർട്ടല്ല. ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കേണ്ട എന്ന ഹൈക്കോടതി വിധിയെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ക്യാമ്പസുകളിൽ എപ്പോഴും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരികയൊക്കെ ചെയ്യുന്നത് വിദ്യാർത്ഥി സംഘടനകൾ വഴിയാണ്. CPM-ൻ്റെ റിക്രൂട്ടിംഗ് സെൻറ്റർ ആയിട്ടാണ് SFI പ്രവർത്തിക്കുന്നതെങ്കിൽ KSU കോൺഗ്രസിൻ്റെ റിക്രൂട്ടിംഗ് സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്നു, ABVP BJP-യുടെ റിക്രൂട്ടിംഗ് സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ആൻ്റണി, വയലാർ രവിയും സുധീരനെ പോലെയുള്ള ആളുകളെല്ലാം അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളുകളാണ്. നമ്മളെ ക്യാമ്പസുകളിലെ ചുവപ്പിൻ്റെ രാഷ്ട്രീയം പലപ്പോഴും അതൊരു പ്രതിപക്ഷത്തെ മുഴുവൻ വെറുക്കുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ തീരെ ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ നിരന്തരമായിട്ട് പല ക്യാമ്പസുകളിലും നടത്തുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഒരു ആത്മാവിനെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നത് കൂടി ആവണ്ടേ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം? ക്യാമ്പസ് രാഷ്ട്രീയം സർഗാത്മകമായിട്ട് തന്നെ നിലനിൽക്കണം. അക്രമത്തിനൊന്നും ഒരു പ്രസക്തി അവിടെയില്ല.